ഹലോ, അസ്സലാമു അലൈക്കും. സുഖമല്ലേ? ഇന്നിപ്പോൾ ഞാൻ എയർ ഫ്രയർ വീണ്ടും ഉപയോഗിച്ചിട്ടാ. ഞാൻ അതിന് മുമ്പേ ഒന്ന് പറയട്ടെ, ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇന്ന് വരെ ഫസ്റ്റിൽ തന്നെ ഞാൻ അങ്ങനെ പറയലില്ല. വീഡിയോൻ്റെ ഫസ്റ്റിൽ ഇപ്പോൾ പറയുന്നു. വീഡിയോ കാണുന്നവരെന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ വീഡിയോ ഇനി ഭംഗിയാക്കി കൊണ്ടുവരാനുള്ള കഴിയുള്ളൂ. മടുപ്പില്ലാണ്ട് ചെയ്യണ്ടേ. ഞാനിത് പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നിപ്പോൾ നല്ല അടിപൊളി നെയ്പ്പത്തലും ബീഫ് കറിയും. ഞാൻ നെയ്പ്പത്തലും ബീഫ് കറിയും ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. എൻ്റെ മോള് വരുന്നുണ്ടായിട്ട് പെട്ടെന്ന് ഓർമ്മ വന്നു, ചിക്കൻ മുഴുവനായിട്ട് ഇങ്ങനെ എയർ ഫ്രയറിൽ വെക്കാമല്ലോ, ഈസി അല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ അത് വേഗം ചിക്കനൊന്ന് വാങ്ങി നന്നായി മസാല എല്ലാം 1 മണിക്കൂർ തേച്ച് വെച്ച് അതിൽ പൊരിച്ചെടുത്ത്. ശരിക്കും എയർ ഫ്രയർ ഉണ്ടാകുമ്പോൾ നല്ല ഗുണമുണ്ട് കേട്ടോ. അടുപ്പൊന്നും ഉപയോഗിക്കാണ്ട് ഇതിങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെ ആയിക്കോളുമല്ലോ. അങ്ങനെ ഈ ടേബിളിൽ പിന്നെ ഒരാളധികം ഉണ്ടെങ്കിൽ മാത്രമേ ടേബിളിൽ എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കുള്ളൂ. നമ്മൾ വീട്ടിൽ സ്ഥിരമുള്ള ആളാണെങ്കിൽ എപ്പോഴും ബെഡ്റൂമിൽ സ്റ്റൂളിൽ വെച്ചിട്ടും ബെഡിൽ ഇരുന്നിട്ടും ഫുഡ് കഴിക്കലേ പണി. ഇതിപ്പോൾ ടേബിളിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് നന്നായി ഭക്ഷണം കഴിച്ച് ബാക്കി വരുന്ന ഭക്ഷണം ചിക്കൻ്റെ എല്ലും മുള്ളും എല്ലാം എന്തെല്ലാം ഉള്ളതെല്ലാം പൂച്ചകൾക്ക് കൊടുത്ത് അവർക്കും വയറ് നിറഞ്ഞ് പിന്നെ വന്ന് അടുക്കളയിലെ പാത്രങ്ങളെല്ലാം വൃത്തിയാക്കി അടുക്കളയെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം അൽഹംദുലില്ലാഹ് ഇന്നത്തെ രാത്രി ഇടങ്ങേറില്ലാണ്ട് കഴിഞ്ഞ്. എന്നാൽ പറഞ്ഞ പോലെ കേട്ടോ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ഇതുവരെ ചെയ്തതിന് താങ്ക് യു.